ഏറെ സ്നേഹവും ബഹുമാനവും ഉള്ള അച്ഛന്മാരെ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള മാതാപിതാക്കളെ, സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുണ്ണികളെ, പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും വിശുദ്ധ അന്തോണീസിൻ്റെയും സംയുക്ത തിരുനാൾ ആഘോഷിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഈ ദിവസത്തിൻ്റെ എല്ലാ പുണ്യവും നന്മയും ആശംസിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ വർഷം പെരിഞ്ചേരി ഇടവകയിൽ വികാരിയച്ഛനായി സേവനം ചെയ്യുമ്പോൾ ഞാനവിടെ കുർബാനയ്ക്കിടയ്ക്ക് പള്ളിയുടെ ചുറ്റും നടക്കുമ്പോൾ ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ പള്ളിയിൽ കുറേയേറെ യുവാക്കളായിട്ടുള്ള മക്കൾ പള്ളിയുടെ മുമ്പിലുള്ള സ്റ്റെപ്പിലിരുന്ന് റോട്ടിലേക്ക് നോക്കിക്കൊണ്ട് വിശുദ്ധ കുർബാന കാണുകയാണ്. ഞാൻ അവരോട് പറഞ്ഞു, മക്കളെ, ഇവിടെയല്ല കുർബാന, റോട്ടിലല്ല, അൾത്താരയിലാണ്. അങ്ങോട്ട് തിരിഞ്ഞിരുന്ന എൻ്റെ മക്കൾ കുർബാന കണ്ടാൽ അതൊരു അഭിഷേകവും അനുഗ്രഹം ആവില്ലേ? അച്ഛൻ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ച ചിലർ അങ്ങോട്ടിങ്ങോട്ടും തിരിയുന്നത് പോലെ കാണിച്ച് തിരിഞ്ഞില്ല. ഞാൻ അങ്ങനെ അവരോട് പറഞ്ഞ് അവരുടെ സ്വാതന്ത്ര്യവും അവരുടെ സ്വകാര്യതയുമാണ് അവരുടെ വിശ്വാസവും അവരുടെ ആത്മീയതയും. അതിൽ കയറി നമ്മൾ ഇടപെടേണ്ടതില്ലല്ലോ എന്ന് കരുതി ഞാൻ പോരുമ്പോൾ എന്നെ ഞടുക്കിക്കൊണ്ട് ഒരു കാര്യം ഞാൻ കണ്ടു. പെരിഞ്ചേരി പള്ളിയിൽ ഒരു പട്ടിയുണ്ട്. ആ പട്ടി എല്ലാ ദിവസവും മുടങ്ങാതെ കുർബാനയ്ക്ക് വരുന്നൊരു പട്ടിയാണ്. കല്യാണങ്ങളുണ്ടാകുമ്പോൾ മുടങ്ങാതെ ചെക്കനും പെണ്ണിനും മധ്യത്തിലൂടെ പട്ടി പള്ളിയുടെ അകത്തേക്ക് കയറും. മൃതസംസ്കാരം നടക്കുമ്പോൾ മൃതദേഹവും വഹിച്ച് പള്ളിയകത്തേക്ക് കയറുന്നത് ഈ പട്ടിയാണ് ആദ്യം. ഞാൻ നോക്കുമ്പോൾ ഈ പട്ടി നടവാതിലിൻ്റെ അവിടെ ഒരു ചവിട്ടിയുണ്ട്. ആ ചവിട്ടിയിൽ കിടന്ന് അൾത്താരയിലേക്ക് നോക്കിക്കൊണ്ട് കിടക്കുവാണ്. ഞാൻ തിരിച്ച് ചെന്ന് മക്കളോട് പറഞ്ഞ്, മോനോ, ആ പട്ടിക്ക് പോലും മനസ്സിലായി പരമപ്രധാനമായ കാര്യം നടക്കുന്നത് അൾത്താരയിലാണെന്ന്. പട്ടി അൾത്താരയിലേക്കും ആ യുവാക്കളായ മക്കൾ റോട്ടിലേക്ക് നോക്കി കുർബാന കാണുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ നോവ് ഉണ്ടായി. ഞാൻ വിചാരിച്ചു, ദൈവമേ, എന്താണ് നമ്മുടെ മക്കൾ ഇങ്ങനെ വിശുദ്ധ കുർബാനയ്ക്ക് ദേവാലയത്തിൽ വന്നിട്ടും ഒരു നിമിഷം പോലും അകത്തേക്ക് കയറാതെ മുറ്റത്തിരുന്നും സ്റ്റെപ്പിലിരുന്നും റോട്ടിലേക്ക് നോക്കിയിരുന്നും ബലിയർപ്പിക്കുന്ന മക്കൾ എന്നെ ഏറെ സങ്കടപ്പെടുത്തി. ഞാൻ അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞ് ഒരു ദിവസം മുറിയിലിരിക്കുമ്പോൾ ആ ഇരുന്നിരുന്ന ഒരു മകൻ എൻ്റെ മുറിയിലേക്ക് വന്നു. എന്നോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ കല്യാണമായി, നമസ്കാരം ചൊല്ലി കേൾക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ വിചാരിച്ചു ആ മകനോട് അവൻ്റെ വിശ്വാസത്തെക്കുറിച്ച്, അവൻ്റെ ബോധ്യങ്ങളെക്കുറിച്ച് ഒന്ന് സംവദിക്കാനുള്ള ശ്രേഷ്ഠമായ അവസരമാണ്. ഞാൻ ആ മോനോട് ചോദിച്ചു, മോനോ, എൻ്റെ മോനോ ക്രിസ്ത്യാനിയായത്, ഒരു കത്തോലിക്കനായത് എന്തുകൊണ്ടാണ്? അവൻ പറഞ്ഞു, എൻ്റെ അപ്പനും അമ്മയും എനിക്കിട്ട് പണിത കൊലച്ചതിയാണ് എൻ്റെ വിശ്വാസം. ഞാൻ ചോദിച്ചു, എന്താണ് പറഞ്ഞത്? എൻ്റെ അപ്പനും അമ്മയും എനിക്കിട്ട് പണിത കൊലച്ചതിയാണ് എൻ്റെ വിശ്വാസം. ഞാൻ ചോദിച്ചു, മോനോ, അതെന്താ അങ്ങനെ പറഞ്ഞത്? അതെന്താ അങ്ങനെ പറഞ്ഞേന്നാ? ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഇല്ലാതെ ദേവാലയത്തിൽ കൊണ്ടുപോയി എൻ്റെ അപ്പാപ്പനും അമ്മാമ്മയും ചേർന്ന് മാമുദീസ തൊട്ടിയുടെ മുമ്പിൽ വെച്ച് അച്ഛനെ കൊണ്ട് എൻ്റെ തലയിൽ മാമുദീസ വെള്ളം വീഴ്ത്തിയത് കൊണ്ടാണ് ഞാൻ ക്രിസ്ത്യാനിയായത്. എൻ്റെ അപ്പനും അമ്മയും എനിക്ക് ഓർമ്മയില്ലാത്ത സമയത്ത് ദേവാലയത്തിൽ കൊണ്ടുപോയി പറ്റിച്ച പണിയാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് ഞാൻ ക്രിസ്ത്യാനിയായത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അച്ഛൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് ഒക്കാനിച്ച് നിൽക്കേണ്ട ഗതികേട് വന്നത്. ഞാൻ ചോദിച്ചു, മോനോ, എൻ്റെ മോന് കുഞ്ഞുകുട്ടിയായിരുന്ന സമയത്ത് നിനക്ക് പാല് തരണമോ, ഹോർലിക്സ് തരണമോ, വിഷം തരണമോ, ചോറ് തരണമോ എന്ന് തീരുമാനിച്ചിരുന്നത് എൻ്റെ മോനാണോ? നീ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് നിനക്ക് വേണ്ടി ഈ തീരുമാനങ്ങൾ എടുത്തത് നീയാണോ അതോ നിന്റെ അപ്പനും അമ്മയുമാണോ? അവൻ പറഞ്ഞു, അതെന്റെ അമ്മയും അപ്പനാണ്. നീ വസ്ത്രം ധരിക്കണമോ നിനക്ക് വേണ്ടി നിരാലംബനായിരുന്ന നിസ്സഹായനായിരുന്ന സമയത്ത് ഇതെല്ലാം നിനക്ക് ചെയ്തു തന്നത് ആരാണ്?
അവൻ പറഞ്ഞത് അപ്പനമ്മയാണ്. നീ ഏത് വിദ്യാലയത്തിൽ പഠിക്കണം, നീ നന്നായി പഠിക്കണം, നീ നശിച്ചു പോകരുത്, നീ നല്ല മോനാകണമെന്ന് തീരുമാനിച്ച് അതിൽ തീരുമാനമെടുത്തത് ആരാണ്? അതെന്റെ അപ്പനമ്മയാണ്. അങ്ങനെയെങ്കിൽ നീ ഒരു വിശ്വാസിയാകണം എന്ന്, നീ ഒരു കത്തോലിക്ക വിശ്വാസത്തിൽ വളരണമെന്ന് നിന്റെ അപ്പനും അമ്മയ്ക്കും തീരുമാനം എടുക്കാൻ അർഹതയില്ലേ? അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നോട് ചോദിച്ചിട്ട് പ്രായപൂർത്തിയായപ്പോ ഞാൻ അവനോട് പറഞ്ഞു, മോനു, നീ പറഞ്ഞ ഉത്തരം തെറ്റാണ്. നൈയാമികമായി നീ വിശ്വാസിയായത്, കത്തോലിക്കനായത് മാമോദീസായിലൂടെ ആയിരിക്കാം. പക്ഷെ നീ പറഞ്ഞ ഉത്തരം പൂർണ്ണ ശരിയല്ല. നീ ജനിക്കുന്നതിന് മുമ്പ് നിന്നെ ഈ ലോകത്തിലേക്ക് സൃഷ്ടിച്ച് ചെയ്യാൻ ദൈവം പദ്ധതി ഒരുക്കുമ്പോ, ദൈവം നിശ്ചയിച്ചു നീ ഭൂമിയിൽ അനാഥനായി ജനിക്കരുത്. നിന്റെ അപ്പനായി ജോസഫ് ഉണ്ടാകട്ടെ, നിന്റെ അമ്മയായി മേരി ഉണ്ടാകട്ടെ എന്ന് തീരുമാനിച്ചത്, നിനക്ക് വേണ്ടി തീരുമാനമെടുത്തത് നിന്റെ അപ്പനും അമ്മയുമല്ല. നിന്റെ അപ്പനോട് ചോദിച്ചില്ല കുറെ മക്കളെ നിർത്തിയിട്ട് ഇതിലേത് മോൻ നിനക്ക് വേണമെന്ന്. നിനക്ക് അപ്പനും അമ്മയും ഉണ്ടാകണമെന്ന് തീരുമാനിച്ചത് ദൈവമാണ്. നിനക്ക് ഇന്ന ആളുകൾ അപ്പനും അമ്മയും ആകണമെന്ന് തീരുമാനിച്ചത് ദൈവമാണ്. നിനക്ക് കണ്ണുണ്ടാകട്ടെ, കാഴ്ചയുണ്ടാകട്ടെ, നീ ജനിക്കുമ്പോൾ ചെവി ഉണ്ടാകട്ടെ, കേൾവി ശക്തി ഉണ്ടാകട്ടെ, നീ ജനിക്കുമ്പോ അധരങ്ങൾ ഉണ്ടാകട്ടെ, സംസാരശേഷി ഉണ്ടാകട്ടെ, നീ ജനിച്ചു വീഴുമ്പോ കൈക്കാലുകൾ ഉണ്ടാകട്ടെ, ചലനശേഷി ഉണ്ടാകട്ടെ, നിനക്ക് ബുദ്ധി ഉണ്ടാകട്ടെ, ബോധമുണ്ടാകട്ടെ, നിനക്ക് മനുഷ്യന്റെ രൂപസാദൃശ്യം ഉണ്ടാകട്ടെ എന്ന് തീരുമാനിച്ചത് നീയാണോ? ഞാനല്ല. നിന്റെ അപ്പനും അമ്മയാണോ? അവരല്ല. ഡോക്ടറാണോ? അല്ല. പിന്നെ ആരാ? അതെന്നെ സൃഷ്ടി ചെയ്ത ദൈവമാണ്. ആ ദൈവമാണ് നിശ്ചയിച്ചത്. നീ കത്തോലിക്ക മാതാപിതാക്കൾക്ക് ഒരു കത്തോലിക്ക കുടുംബത്തിൽ കത്തോലിക്കനായി നീ മണ്ണൂത്തി ഇടവകയിൽ നീ ഇവിടെ ജനിക്കണമെന്ന് തീരുമാനിച്ചത് നീയല്ല, ദൈവമാണ്. നീ ഒരു ബംഗാളിയാകരുത്, നീ ഒരു ജാർഖണ്ഡുകാരനാകരുത്, നീ ഒരു ബീഹാറിയാകരുത്, നീ ഒരു മലയാളിയാകണം, നീ ഒരു കേരളക്കാരനാകണം, നീ ഒരു ഇന്ത്യക്കാരനാകണം, നീ ഒരു ക്രിസ്ത്യാനിയാകണം, നീ ഒരു കത്തോലിക്കനായി ജനിക്കണമെന്ന് തീരുമാനിച്ചത് ദൈവമാണ്. അങ്ങനെയെങ്കിൽ നിന്റെ വിശ്വാസം ദൈവം നിനക്ക് തന്നതാണ്, ജനനത്തോടെ കിട്ടിയതാണ്. നിന്റെ ഇടവക ജീവിതം, നിന്റെ കത്തോലിക്ക വിശ്വാസം നീ ജനനത്തോടെ, കണ്ണിനൊപ്പം കാലിനൊപ്പം മാതാപിതാക്കൾക്കൊപ്പം നിനക്ക് കിട്ടിയതാണ്. അപ്പോഴാണ് അവൻ അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയത്. ഇപ്പോഴുള്ളവരെ, നമ്മുടെ വിശ്വാസം നമുക്ക് ജനനത്തോടെ തന്നതാണ്, കിട്ടിയതാണ്. എൻ്റെ അപ്പനോ അമ്മയ്ക്കൊപ്പം എനിക്ക് കിട്ടിയ വിശ്വാസമാണ് എൻ്റെ കത്തോലിക്ക വിശ്വാസം. ആ കത്തോലിക്ക വിശ്വാസത്തിന്റെ അചഞ്ചലമായ ഭക്തിയും വിശ്വാസവുമാണ് വിശുദ്ധരോടുള്ള വണക്കം. എന്തുകൊണ്ടാണ് കത്തോലിക്ക സഭ വിശുദ്ധരെ ഏറെ ആദരിക്കുകയും വിശുദ്ധരെ ഏറെ ബഹുമാനിക്കുകയും വിശുദ്ധരിലൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്? ആരാണ് വിശുദ്ധര്? ഇപ്പോഴുള്ളവരെ ഞാൻ ഇങ്ങനെ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കും. ഗ്രീസ് രാജ്യത്തില് ഒരു ഗുരു ഉണ്ടായിരുന്നു. ഞാൻ വായിച്ച ഏറ്റവും സുന്ദരമായ ഒരു സംഭവ കഥയാണ്. ഒരു ഗുരു ഉണ്ടായിരുന്നു. ആ ഗുരു യുവതിയുവാക്കളെയൊക്കെ സത്യത്തെക്കുറിച്ചും അസത്യത്തെക്കുറിച്ചും, നീതിയെക്കുറിച്ചും അനീതിയെക്കുറിച്ചും, തെറ്റിനെക്കുറിച്ചും ശരികളെക്കുറിച്ചും ഒക്കെ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ യുവതിയുവാക്കളൊക്കെ പ്രബുദ്ധരാകാൻ തുടങ്ങി. തെറ്റുകൾ കാണുമ്പോൾ വിരൽ ചൂണ്ടാനും ശരികൾ കാണുമ്പോൾ പക്ഷം ചേരാനും തുടങ്ങി. ഗ്രീസ് രാജ്യത്തിലെ നാട്ടുപ്രമാണികൾക്ക് ഭയപ്പാടായി. ഈ യുവതിയുവാക്കളൊക്കെ പ്രബുദ്ധരായാൽ, അവരൊക്കെ തെറ്റുകൾക്കെതിരെ വിരൽ ചൂണ്ടാൻ തുടങ്ങിയാൽ അവർ നമുക്കെതിരെ തിരിയും. അതുകൊണ്ട് നമുക്ക് ഈ ഗുരുവിനെ തട്ടിക്കളയണം. ഗുരു ആപത്താണ്. ഗുരു ശരി തെറ്റുകളെ കുറിച്ച് പഠിപ്പിക്കുന്നു. ഗുരുവിനെ ഇല്ലായ്മ ചെയ്താലേ ഇനി രക്ഷയുള്ളൂ. അവര് ഗ്രാമസഭ കൂടി, നാട്ടുകൂട്ടം കൂടി അവര് ഗുരുവിനെതിരെ ഓരോരോ ആരോപണങ്ങൾ പറയാൻ തുടങ്ങി. അവർ പറഞ്ഞു, ഗുരു ജനങ്ങൾക്കെതിരെ തിരിക്കുന്നു, ആളുകൾക്കിടയിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നു, ഭരണത്തിനെതിരെ തിരിക്കുന്നു. അങ്ങനെ എല്ലാ ആരോപണങ്ങളും ഒരു ദിശയിലേക്ക് പോയി. ഗുരു രാജ്യദ്രോഹിയാണ്.
രാജ്യദ്രോഹി എന്ത് ചെയ്യണമെന്ന് ഗ്രീസ് രാജ്യത്തിന് നീതമായ നിയമമുണ്ട്. അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. ആര് കല്ലെറിഞ്ഞു കൊല്ലണം? ഓരോ ഗ്രീസിലെ പൗരനും ഓരോ കല്ല് വെച്ചെറിഞ്ഞ് അവനെ കഥ തീർക്കണം. അങ്ങനെ ഗുരുവിനെ രാജ്യദ്രോഹി എന്ന് മുദ്രകുത്തി കല്ലെറിഞ്ഞു കൊല്ലാനുള്ള ദിവസമായി ഗുരുവിനെ മരത്തിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ആളുകൾ ഓരോ കല്ലും പിടിച്ച് കല്ലെറിഞ്ഞുകൊണ്ട് കടന്നു പോകാൻ, ജോലിക്ക് പോകാൻ ക്യൂവിൽ നിൽക്കുകയാണ്. അങ്ങനെ ഗുരുവിനെ ഓരോരുത്തരായി കല്ലെറിയാൻ തുടങ്ങി. ഗുരുവിന്റെ ദേഹമാസകല പൊട്ടി ചോരിയൊലിച്ച് വേദന കൊണ്ട് പൊളയാൻ തുടങ്ങി. ആ കൂട്ടത്തിൽ ഗുരുവിന്റെ ഏറ്റവും ശ്രേഷ്ഠനായ ശിഷ്യൻ കല്ലും പിടിച്ച് നിൽക്കുകയാണ്. അവൻ വിചാരിച്ചു, എന്റെ ഗുരു പാവമാണ്, എന്റെ ഗുരു സത്യം മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ, അങ്ങനെയുള്ള ഗുരുവിനെ ഞാൻ കല്ലെറിയോ? ഇല്ല, എനിക്ക് കല്ലെറിയാനാവില്ല, അത് ഗുരുഹത്യയാകും. ഇല്ല, ഞാൻ കല്ലെറിയില്ല. പെട്ടെന്ന് അവൻ തീരുമാനിച്ചു, ചിന്തിച്ചു, ഞാൻ കല്ലെറിഞ്ഞില്ലേ ഈ ആബാലവൃന്ദ ജനങ്ങൾ എന്നെയും രാജ്യദ്രോഹിയുടെ വശത്തുനിന്ന് മുദ്രകുത്തി കല്ലെറിഞ്ഞു കൊല്ലും. ഇല്ല, എനിക്ക് കൊച്ചുനാളിലെ മരിക്കാനാവില്ല. അവൻ ചിന്തിച്ചു, എന്തു ചെയ്യണം? പെട്ടെന്ന് അവൻ എന്തോ തീരുമാനിച്ചുറപ്പിച്ചാൽ എന്ന പോലെ തിരിച്ചു നടന്നു. ആളുകൾ ശ്രദ്ധിച്ചു, ദൈവമേ, ഇവനെയും കല്ലെറിഞ്ഞു കൊല്ലേണ്ടി വരുമോ? പക്ഷെ അവൻ വീട്ടിലേക്ക് പോയി തോട്ടത്തിൽ നിന്ന് സുന്ദരമായ ഒരു റോസപ്പൂ അറുത്തെടുത്ത് പോക്കറ്റിലിട്ട് തിരിച്ചു നടന്നു. ആളുകൾക്ക് ആശ്വാസമായി, അവൻ മടങ്ങി വന്നല്ലോ. അങ്ങനെ അവൻ കല്ലെറിയാനുള്ളവരുടെ ക്യൂവിൽ നിന്നു. അങ്ങനെ ഗുരുവിന്റെ അടുക്കലെത്തെത്തി. അടുത്തത് അവനാണ് ഗുരുവിനെ കല്ലെറിയേണ്ടത്. അവൻ ഗുരുവിനെ നോക്കി. ഗുരുദേഹമാസകല പൊട്ടി ചോരി ഒലിച്ചുകൊണ്ട് കല്ലേറ് കൊണ്ട് നിന്ന് പൊളയുകയ വേദന കൊണ്ട്. അവൻ ഗുരുവിന്റെ അടുക്കിലേക്ക് ചെന്നു. അവൻ തോട്ടത്തിൽ നിന്ന് അറുത്തെടുത്ത റോസപ്പൂവ് ഗുരുവിന് 3-4 ആവർത്തി കാണിച്ചിട്ട് പറയാതെ പറഞ്ഞു, ഗുരു കണ്ട, റോസപ്പൂ കണ്ട? എന്റെ തോട്ടത്തിൽ ഏറ്റവും മനോഹരമായ റോസപ്പൂവാണ്. ഞാൻ നിന്നെ കല്ലുകൊണ്ടല്ല എറിയണത്, പകരം പൂ കൊണ്ടാണ് എറിയണത്. അവൻ 3-4 ആവർത്തി റോസപ്പൂ കൊണ്ട് കാണിച്ചിട്ട് റോസപ്പൂ കൊണ്ട് ഒരു ഏറെറിഞ്ഞു. അവൻ വിചാരിച്ചു, എല്ലാവരും കല്ലെറിഞ്ഞുകൊണ്ട് എന്റെ ഗുരുവിന്റെ രേഖവാസകല പൊട്ടി ചോരി ഒലിപ്പിച്ച് വേദനിപ്പിച്ചപ്പോ ഞാൻ മാത്രമല്ലേ പൂ കൊണ്ടെറിഞ്ഞുള്ളൂ. എന്റെ പൂവിന്റെ മാതളസ്പർശമേറ്റ് എന്റെ ഗുരുവിന് സന്തോഷമായി കാണും. അവൻ സന്തോഷത്തോടുകൂടെ നെഞ്ച് വിരിച്ചുകൊണ്ട് നടന്നു തുടങ്ങാൻ തുടങ്ങുമ്പോ ശിഷ്യനെ ഗുരു വിളിച്ചു. ഗുരു പറഞ്ഞു, ശിഷ്യ, ഒരു നിമിഷം നിൽക്കാമോ? അവൻ വിചാരിച്ചു, പ്രവൃത്തികളിൽ സന്തുഷ്ടനാകുമ്പോ മരണക്കിടക്കയിൽ വെച്ച് ഗുരുനാഥന്മാർ ശിഷ്യന്മാർക്ക് അമൂല്യമായ അറിവിന്റെ ശേഖരം പറഞ്ഞു കൊടുക്കുന്നത് കേട്ടിട്ടുണ്ട്, അതിനായിരിക്കും എന്നെ വിളിച്ചത്. അവൻ സന്തോഷത്തോടെ ഓടിച്ചെന്നിട്ട് ചോദിച്ചു, ഗുരു, നീ എന്തിനാ എന്നെ വിളിച്ചത്? ദേ ഞാൻ വന്നിരിക്കണോ? ഗുരു പറഞ്ഞു, ശിഷ്യ, ഈ ആബാലവൃദ്ധ ജനങ്ങള് എന്നെ കല്ലെറിഞ്ഞുകൊണ്ട് ദേഹമാസകല പൊട്ടി ചോരി ഒലിപ്പിച്ചുകൊണ്ട് വേദനിപ്പിച്ചുകൊണ്ട് കടന്നുപോയപ്പോ എന്റെ നെഞ്ച് നൊന്തില്ല, എന്റെ ഹൃദയം വേദനിച്ചില്ല. പക്ഷേ എന്റെ ഏറ്റവും ശ്രേഷ്ഠനായ ശിഷ്യ, നീ എന്നെ പൂ കൊണ്ടെറിഞ്ഞപ്പോ ഇപ്പോഴാ എനിക്ക് വേദനിച്ചത്. ശിഷ്യ വിചാരിച്ച്, എന്ത് ഭ്രാന്ത ഈ ഗുരു പറയണത്? കല്ലുകൊണ്ടുള്ള കിണ്ണ് കിട്ടിയപ്പോൾ വേദനിച്ചില്ല, പൂ കൊണ്ടുള്ള ഏറ് കിട്ടിയപ്പോഴാണ് അത്രേ വേദനിച്ചത്. എന്ത് ഭ്രാന്ത ഈ ഗുരു പറയണത്? എല്ലാരും പറയാറുണ്ട് ഗുരുവിന് ഭ്രാന്താണെന്ന്. ഗുരുവിന് ഭ്രാന്തല്ല, മുഴുവട്ടാണ്. അവൻ തിരിഞ്ഞു നോക്കുമ്പോ ഗുരു ശിഷ്യനോട് പറഞ്ഞു, ശിഷ്യ, എന്നെ കല്ലെറിഞ്ഞുകൊണ്ട് ദേഹമാസകലം പൊട്ടിച്ചോരി ഒലിപ്പിച്ചുകൊണ്ട് വേദനിപ്പിച്ചുകൊണ്ട് കടന്നുപോയ ഈ ഓരോ മനുഷ്യനും ഒരു നിലപാടുണ്ടായിരുന്നു. എന്നെ കല്ലെറിയണമെന്ന ഒരു നിലപാട്, കല്ലെറിയണമെന്നൊരു നിലപാട്. പക്ഷെ എന്റെ ഏറ്റവും ശ്രേഷ്ഠനായ ശിഷ്യ, നിനക്ക് മാത്രമുണ്ടായില്ലല്ലോ ഒരു നിലപാട്. വേണമെങ്കിൽ നിനക്ക് എന്നെ കല്ലെറിയാമായിരുന്നു, അല്ലെങ്കിൽ എന്നെ കല്ലെറിയാതിരിക്കാമായിരുന്നു. പക്ഷെ നീ ആണുമായില്ല, നീ പെണ്ണുമായില്ല, നീ ശിഖണ്ഡിയായി പോയില്ലേ, നിലപാടുകളില്ലാത്തൊരു മനുഷ്യനായി പോയില്ലേ. ദൈവമേ, നിന്നെ പോലെ നിലപാടുകളില്ലാത്തൊരു മനുഷ്യനെയാണല്ലോ ഞാൻ ഈ ലോകത്തിൽ അവശേഷിപ്പിച്ചു കൊണ്ട് പോകണത് എന്നോർത്ത് ഇപ്പോഴാ എനിക്ക് എന്റെ നെഞ്ചു വേദനിക്കണത്, ഇപ്പോഴാ എന്റെ ചങ്ക് പിടയണത് എന്ന് പറഞ്ഞ് സങ്കടത്തോടെ ഗുരു മരിച്ചെന്നാണ് സംഭവകഥ. പ്രിയമുള്ളവരെ, ഒരു നിലപാടുമില്ല എന്ന് പറയണത് ഒരു നിലപാടല്ല. ഒരു നിലപാടുമില്ലാത്ത ശിഷ്യൻ എന്ന് പറയണത് ഗുരുവിന്റെ ശാപമാണ്, ദുഃഖമാണ്, ദുരന്തമാണ്. അങ്ങനെയെങ്കിൽ ആരാണ് വിശുദ്ധ സെബസ്ത്യാനോസ്? ആരാണ് വിശുദ്ധ അന്തോണീസ്? ആരാണ് പരിശുദ്ധ കന്യാമറിയം എന്ന് ചോദിച്ചാൽ സഭ നമ്മുടെ മുമ്പിൽ വയ്ക്കും. അമ്പുകൾക്ക് മുമ്പിൽ, ജീവിതത്തിന്റെ സാധ്യതകൾ തുലയ്ക്കുന്നതിന് മുമ്പിൽ, ദൈവത്തിന്റെ ജീവിതത്തിൽ എല്ലാത്തിലുപരിയായി വില കൽപ്പിക്കുന്നതിന് മുമ്പിൽ, ഭാര്യയെ വേണ്ട, മക്കളെ വേണ്ട, ഈ ലോകത്തിലെ ജീവിതം വേണ്ട, സുഖസൗകര്യങ്ങൾ വേണ്ട, സന്തോഷങ്ങൾ വേണ്ട എന്ന് നിനച്ച്
ക്രിസ്തുവിന് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി നിലപാടുകൾ എടുത്ത മനുഷ്യരെ വിളിക്കുന്ന പേരാണ് വിശുദ്ധ സെബസ്ത്യാനോസ്, വിശുദ്ധ അന്തോണീസ്, പരിശുദ്ധ കന്യാമറിയം. നിലപാടുകളുള്ള മനുഷ്യരെ വിളിക്കുന്ന പേര്, നിലപാടുകളുള്ള വിശ്വാസിയെ വിളിക്കുന്ന പേര്, നിലപാടുകൾക്ക് വേണ്ടി ജീവാകുതി നടത്തിയ പുണ്യാത്മാക്കൾ വിളിക്കുന്ന പേര് വിശുദ്ധ സെബസ്ത്യാനോസ് എന്നും വിശുദ്ധ അന്തോണീസ് എന്നുമാണ്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പനമുക്ക് പള്ളിയിൽ വികാരിയച്ഛനായിരിക്കുമ്പോൾ എൻ്റെ ഈ വിരല് ഞാൻ സെമിനാറിൽ പഠിക്കുമ്പോൾ ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് മുറിഞ്ഞു പോയിട്ടുള്ളതാണ്. ഇതല്പം വീതിയുണ്ട്. ഇപ്പം കരിക്കുറി പെരുന്നാളാണ്. കരിക്കുറി പെരുന്നാളിൻ്റെ അന്ന് നെറ്റിയിൽ കുരിശ് വരച്ചു കൊടുക്കും. അപ്പോൾ കുരിശ് വരച്ചു കൊടുക്കാൻ സഹായിക്കാൻ സിസ്റ്റേഴ്സ് വന്നു. അപ്പോൾ ഞാൻ സമയമായപ്പോൾ ഈ കരിക്കുറിയിൽ പുരട്ടി എൻ്റെ ഈ വിരലുകൊണ്ട് ഏറ്റവും മുമ്പിൽ നിന്ന മദറിൻ്റെ നെറ്റിയിൽ ഒരു വര വരച്ച്, ഒരു 1.5 വര. സിസ്റ്ററിൻ്റെ നെറ്റിയിൽ ഇനി കരിയാവാത്ത സ്ഥലമില്ല. സിസ്റ്റർ അത് കണ്ടില്ല, സന്തോഷത്തോടെ തിരിഞ്ഞു. അടുത്ത സിസ്റ്റർ മദറിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ വികാരിയച്ഛൻ്റെ കുരിശ് വര മാരകമായ കുരിശ് വരയാണ്. ഞാൻ സിസ്റ്ററെ വിളിച്ച്, സിസ്റ്റർ മൈൻഡ് ചെയ്യാതെ മദറിൻ്റെ അടുത്തേക്ക് പോയി. മദറാണ് വരച്ചു കൊടുത്തത്. ഞാൻ ഓൾട്ടർ ബോയിനെ വിളിച്ച്, അവൻ പറഞ്ഞു അവൻ സിസ്റ്ററുടെ അടുത്തേക്കാണ് പോണത്. ഞാൻ പറഞ്ഞു വാ മോനു. കാരണം അച്ഛൻ വരയ്ക്കുന്ന കുരിശ് 1.5 കുരിശാണ്. അങ്ങനെ ഞാൻ ഇറങ്ങിച്ചെന്ന്, ചിലർ വെട്ടുപോയി വാട്ടുവിടൂ എന്ന് വിചാരിച്ച് വന്ന് ഞാൻ എല്ലാവർക്കും ഒരു 1.5 കുരിശ് വരച്ചു കൊടുത്തു. അങ്ങനെ കുരിശ് വര കഴിഞ്ഞ് തിരുക്കർമ്മങ്ങൾ കഴിഞ്ഞ് സങ്കീർത്തിയിൽ വന്നപ്പോൾ യുദ്ധത്തിൻ്റെ മനുഷ്യരാണ്. ഞാൻ ചോദിച്ചത് എന്താ ഇവിടെ അറിയ ആളുകൾ? ഇല്ലച്ചാ, കരിക്കുറി വാങ്ങിക്കൊണ്ടുപോകാൻ വീട്ടിലേക്ക് കട്ടളപ്പടിയിൽ മറ്റൊക്കെ വരയ്ക്കാൻ വേണ്ടി. ഇത്രയധികം. ഞാനും കൈക്കാരന്മാരും കപ്പ്യാരും ക്രമസമാധാനം നിലനിർത്താൻ വേണ്ടി ആരെ പാടുപെട്ട് അങ്ങനെ ആളുകൾ കൊട്ടയ്ക്ക് കരിക്കുറി വീട്ടിലേക്ക് കൊണ്ടുപോയി. ഞാനത് കഴിഞ്ഞ് ഉപവാസമല്ലേ, പള്ളിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ സ്കൂളിലേക്ക് പോണ മക്കള് നോക്കുമ്പോഴുണ്ട് ഒറ്റെണ്ണത്തിൻ്റെ നെറ്റിയിൽ കുരിശില്ല. ഞാൻ ചോദിച്ചു, ഉണ്ണി എവിടെയാണ് കുരിശ്? അത് മുഖം കഴിയുമ്പോൾ പോയി. കുരിശിൻ്റെ നോക്ക്. അവൻ ഒരു കുഞ്ഞീർക്കളി കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ കുരിശ് വരച്ചിട്ടുണ്ട്. ഉണ്ടോയെന്ന് വെച്ചു ഉണ്ട്, ഇല്ലാതെ വെച്ചില്ല. ഞാൻ അങ്ങനെ നടക്കുമ്പോൾ സത്യക്രിസ്ത്യാനിയുടെ നെറ്റിയിലൊന്നും കുരിശ് കാണാനില്ല. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത്, ഞാനിങ്ങനെ നടന്നു പോകുമ്പോഴുണ്ട് പശുവിൻ്റെ നെറ്റിയിൽ വലിയ കുരിശ്, പട്ടിയുടെ നെറ്റിയിൽ വലിയ കുരിശ്, ആടിൻ്റെ നെറ്റിയിൽ വലിയ കുരിശ്, ക്രിസ്ത്യാനിയുടെ നെറ്റിയിൽ നോ കുരിശ്. പ്രിയമുള്ളവരെ, 365 ദിവസമുള്ളതിൽ ഒരേ ഒരു ദിവസം നെറ്റിയിൽ കുരിശ് വരച്ച ഞാൻ ഒരു കത്തോലിക്കനാണ്, ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ്, ഞാൻ ക്രിസ്ത്യാനിയായതിൽ അഭിമാനിക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്താൻ തൻ്റെ ഇടമില്ലാത്ത, ഒരുപക്ഷെ നിലപാടുകളില്ലാത്ത, മനസ്സില്ലാത്ത ഞാൻ ഈ വിശുദ്ധരുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ തിരുസഭ മാതാവ് എന്നെ കാണിച്ചു തരുന്നതും പഠിപ്പിച്ചു തരുന്നതും നീ നിലപാടുകളുള്ള ഒരു ക്രിസ്ത്യാനിയാകണം എന്നാണ്. നിലപാടുകളുള്ള നീ ഒരു ക്രിസ്ത്യാനി ആയതിൽ അഭിമാനിക്കുന്നുണ്ടോ? നീ ഒരു ക്രിസ്ത്യാനി അതിൽ സന്തോഷിക്കുന്നുണ്ടോ? എനിക്ക് ജനനത്തോടൊപ്പം ദൈവം തന്ന വിശ്വാസമാണ് എൻ്റെ വിശ്വാസം എന്ന നീ അഭിമാനിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ട ദിവസമാണ് തിരുനാൾ ആഘോഷം. മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യമാകാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ നിലപാടുകൾ പറയാൻ, നിലപാടുകൾ ജീവിക്കാൻ, നിലപാടിന് വേണ്ടി മരിക്കാൻ ഈ തിരുനാൾ എന്നെ സഹായിക്കണില്ലെങ്കിൽ തിരുനാൾ ആഘോഷം ഒരു അർത്ഥവുമില്ല. ഇപ്പോഴുള്ളൊരു ബൈബിളില് 2 വ്യക്തികളെ നമ്മൾ ഏറെ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഒന്ന് പത്രോസാണ്, മറ്റൊന്ന് യൂദാസാണ്. ഈ 2 മനുഷ്യരെയും നമ്മൾ കണ്ടുപിടിക്കണം. ഞാൻ യൂദാസിനെ ഇങ്ങനെ അവതരിപ്പിക്കും. യൂദാസിനോട് ചരിത്രം ഒരു ത്രാസിൽ 30 വെള്ളി നാണയങ്ങളും മറ്റേ ത്രാസിൽ ക്രിസ്തുവിനെയും പിടിച്ചുകൊണ്ട് ചോദിച്ചു, മോനോ നിനക്കിതിലേത് വേണം? What do you want? What do you prefer? What value you have for? Is it for 30 coins or Jesus? ഏതിനാ നിനക്ക് വിലയുള്ളത്? 30 വെള്ളി നാണയങ്ങൾക്കാണോ അതോ ക്രിസ്തുവിനാണോ? അവൻ വരുവരായികൾ കൂട്ടിക്കിഴിച്ച് ലാഭനഷ്ടങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്തി അവൻ വിളിച്ചു പറഞ്ഞ്, എനിക്ക് ക്രിസ്തുവിനെ വേണ്ട, എനിക്ക് 30 വെള്ളി നാണയങ്ങൾ മതി.
എന്റെ ജീവിതത്തിൽ എനിക്ക് ക്രിസ്തുവിനേക്കാൾ കൂടുതൽ വിലയുള്ളത് 30 വെള്ളി നാണയങ്ങൾക്കാണ്. എന്റെ ജീവിതത്തിൽ 30 വെള്ളി നാണയങ്ങളുടെ പോലും വില ക്രിസ്തുവിനില്ലെന്ന് അവൻ പറഞ്ഞു കളഞ്ഞു. ജീവിതത്തിൽ 30 വെള്ളി നാണയങ്ങളുടെ പോലും വില ക്രിസ്തുവിന് വെക്കാതെ പോയ ഈ യൂദാസ് എന്ന ശിഷ്യന് എന്ത് സംഭവിച്ചെന്ന് പിന്നീട് നമ്മൾ കാണും. അവന് ഗുരുവിന് മുമ്പ് വില നഷ്ടപ്പെട്ടു, ശിഷ്യ സുഹൃത്തുക്കൾക്ക് വില നഷ്ടപ്പെട്ടു. എന്തിനു വേണ്ടിയാണോ അവൻ ക്രിസ്തുവിനെ തള്ളി പറഞ്ഞത്? 30 വെള്ളി നാണയങ്ങൾ നേടാനാ. അവൻ പോയി അത് വലിച്ചെറിഞ്ഞു കളഞ്ഞെന്ന് വചനം പറയും. അവന് 30 വെള്ളി നാണയങ്ങൾക്ക് വില നഷ്ടപ്പെട്ടു. എന്തിനു വേണ്ടി അവൻ 30 വെള്ളി നാണയങ്ങൾ നേടിയത്? ജീവിതം സുഖിക്കാനാ, ആർമാദിക്കാനാ, സന്തോഷിക്കാനാ. ഒടുവിൽ വചനം പറയും, ആ 30 വെള്ളി നാണയങ്ങൾ നേടിയവൻ ജീവിതത്തിന് പോലും വില നഷ്ടപ്പെട്ട് പോയി ഒരു തുണ്ട് കയറിൽ കെട്ടി ഞാൻ ചത്തു എന്ന് പ്രിയമുള്ളവരെ കണ്ടോ. ജീവിതത്തിൽ ക്രിസ്തുവിന് 30 വെള്ളി നാണയങ്ങളുടെ പോലും വില വെക്കാതെ പോയവൻ വലിയിടിഞ്ഞ് മഹാദുരന്തമായി തീരുന്നത് യൂദാസിന്റെ ചരിത്രമാണ്. പത്രോസ് തിരിച്ചറിവില്ലാത്ത സമയത്ത് ഒരു പീറപ്പെണ്ണിന്റെ മുഖത്ത് നോക്കി 3 ഞാൻ ക്രിസ്തുവിനെ അറിയില്ല എന്ന് പറഞ്ഞവനാണ്. എന്നിട്ടും അവൻ തിരിച്ചറിവിന്റെ മുഹൂർത്തത്തില് ക്രിസ്തുവിനെ മിഴികളിൽ നോക്കി നിന്ന് വിളിച്ചു പറയുന്നുണ്ട്, യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, യേശുവേ എല്ലാറ്റിലുപരിയായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് 3 തള്ളി പറഞ്ഞവൻ 3 ഏറ്റുപറഞ്ഞു കഴിയുമ്പോ ഈ പത്രോസ് ആരായിത്തീരുന്നു എന്ന് നമ്മൾ അറിയണമെങ്കിൽ അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കും. ഈ പത്രോസ് യോഹന്നാനോട് ചേർന്ന് ദേവാലയ വാതിലിലേക്ക് ചെന്നപ്പോൾ അവിടെ ഭിക്ഷ തെണ്ടിയിരുന്ന മുടന്തയാചകൻ കൈനീട്ടിക്കൊണ്ട് പത്രോസിനോട് പറയുന്നുണ്ട്, സഹോദര എനിക്ക് വിശന്നിട്ട് വയ്യ, എനിക്ക് എന്തെങ്കിലും തരൂ, എനിക്ക് വിശന്നിട്ട് വയ്യ, എനിക്ക് എന്തെങ്കിലും തരൂ. അതിന് പത്രോസ് പറയുന്ന മറുപടിയാണ് പ്രധാനം. പത്രോസ് പറയുന്നുണ്ട്, സഹോദര എന്റെ കയ്യിൽ പൊന്നില്ല, എന്റെ കയ്യിൽ വെള്ളിയില്ല, എന്റെ കയ്യിൽ ഒന്നുമില്ല, എന്റെ കയ്യിൽ എന്റെ ഏക സമ്പാദ്യമായ ക്രിസ്തു മാത്രമേ ഉള്ളൂ. ആ ക്രിസ്തുവിനെ ഞാൻ നിനക്ക് തരുന്നു. ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് നടക്കുക. അത് പറഞ്ഞ ക്ഷണത്തിൽ ആ മുടന്തയാചകൻ ചാടി എഴുന്നേറ്റ് സൗഖ്യമുള്ളവനായി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വീട്ടിലേക്ക് പോയി എന്ന് അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കും. ഇതേ പത്രോസിനെ കുറിച്ച് അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. പത്രോസ് വഴിയിലൂടെ നടന്നു പോകുമ്പോ പത്രോസിന്റെ നിഴലെങ്കിലും പതിച്ച് രോഗശാന്തി ഉണ്ടാകുന്നതിനു വേണ്ടി അനേകം തളർവാദക്കാർ, പിശാചുബാധികർ, രോഗികൾ, കുഷ്ഠരോഗികൾ വഴിനീളെ കാത്തുകെട്ടി കിടന്നിരുന്നു അത്രേ. പത്രോസിന്റെ നിഴൽ പതിച്ച ക്ഷണത്തിൽ അവരെല്ലാവരും സൗഖ്യം പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വീട്ടിലേക്ക് പോയിരുന്നു എന്ന്. പ്രിയമുള്ളവരെ, ഞാനിത് പറഞ്ഞത് ജീവിതത്തിൽ എനിക്ക് പൊന്നില്ല, വെള്ളിയില്ല, ഒന്നുമില്ല. എന്റെ ജീവിതത്തിൽ എനിക്ക് ഏക സമ്പാദ്യമായ ക്രിസ്തു മാത്രമേ ഉള്ളൂ. പൊന്നിനേക്കാൾ വെള്ളിയേക്കാൾ വിലയുള്ള ക്രിസ്തുവാണ് എന്റെ സമ്പത്ത് എന്ന് പ്രഖ്യാപിച്ചവന്റെ വാക്കുകള് അത്ഭുതമായി പടർന്നത് കണ്ടു. അവന്റെ നിഴൽ അത്ഭുതം പടർത്തുന്നത് കണ്ടു. ആരാണ് വിശുദ്ധ സെബസ്ത്യാനോസ്? ആരാണ് വിശുദ്ധ അന്തോണീസ്? ആരാണ് പരിശുദ്ധ അമ്മ എന്ന് ചോദിച്ചാൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ ഈ ലോകത്തിൽ എനിക്ക് നേട്ടമായിരുന്നതെല്ലാം ക്രിസ്തുവിനെ പ്രതി ഞാൻ ഉച്ഛിഷ്ടം പോലെ കണക്കാക്കി എന്ന ജീവിതം കൊണ്ട്, മരണം കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയ ധീരസേനാനികളെ വിളിക്കുന്ന പേര്, വിശ്വാസത്തിന് പോരാളികളെ വിളിക്കുന്ന പേര്, വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷിയെ വിളിക്കുന്ന പേര് വിശുദ്ധ സെബസ്ത്യാനോസ് എന്നും വിശുദ്ധ അന്തോണീസ് എന്നും പരിശുദ്ധ കന്യകാമറിയം എന്നുമാണ്. ഇപ്പോഴുള്ളവരെ, ക്രിസ്തുവിനെ സമ്പത്തായി കണക്കാക്കിയവർ, പൊന്നിനേക്കാൾ വെള്ളിയേക്കാൾ ക്രിസ്തു സർവമയമായവർ, അവരാണ് വിശ്വാസത്തിന്റെ സാക്ഷ്യപത്രങ്ങളായി വിശുദ്ധര്. ഇന്ന് തിരുനാൾ ആഘോഷിക്കുമ്പോ ക്രിസ്തു നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ദേ, നിനക്ക് പൊന്നിനാണോ വെള്ളിക്കാണോ വില, അതോ ക്രിസ്തുവിനോ ദൈവത്തിനോ ആണോ വില? പ്രിയമുള്ളവരെ, ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ദിവസം എന്നാണ്. ദൈവത്തിനേക്കാൾ
ജീവിതത്തില് മക്കൾക്ക് വില കൽപ്പിച്ചിരുന്ന കുറെ മനുഷ്യരുണ്ട്. മക്കൾക്ക് വേണ്ടി ജീവിച്ച കുറെ മനുഷ്യരുണ്ട്. ദൈവത്തെക്കാൾ ഞായറാഴ്ച ഒരു ദിവസം 365 ദിവസം തമ്പുരാൻ തന്നതിൽ, 24 മണിക്കൂർ വീതമുള്ള 7 ദിവസം തമ്പുരാൻ തന്നതിൽ, ഒരു ദിവസം ഞായറാഴ്ച 1 മണിക്കൂർ പോലും ദൈവത്തിന്റെ ആലയത്തിൽ തന്ന, ഈ ആയുസ് തന്ന, ആരോഗ്യം തന്ന, മക്കളെ തന്ന, കുടുംബം തന്ന, സൗഭാഗ്യം തന്ന ദൈവത്തിന്റെ മുമ്പില് ചെലവഴിക്കാൻ, ദൈവത്തിന്റെ ആലയത്തിലേക്ക് പ്രവേശിക്കാൻ സമയമില്ലാത്ത മനുഷ്യര്, കട തുറന്നിരുന്നും പാടത്ത് പണിയെടുത്തും ബിസിനസ് നടത്തിയും ജീവിച്ച മനുഷ്യര് ഇന്ന് എന്താണ് അവരുടെ അവസ്ഥയെന്ന് ചിന്തിച്ചു നോക്കണം. വീടിന്റെ ഇരുണ്ട ചായ്പ മുറികളില് മക്കളാൽ തിരസ്കരിക്കപ്പെട്ട അനാഥാത്മാക്കളെ പോലെ, അഗതികളെ പോലെ, ആരോരില്ലാത്തവരെ പോലെ, വിലയിടിഞ്ഞവരെ പോലെ, കരിവേപ്പില പോലെ വലിച്ചെറിഞ്ഞ് മക്കളുടെ സ്നേഹം കിട്ടാതെ അവഗണിക്കപ്പെട്ട് ദൈവത്തെ മറന്ന് ജീവിച്ചവർ, മക്കൾക്ക് വേണ്ടി ജീവിച്ചവർ ഇന്ന് ജീവിക്കുന്നുണ്ടെന്ന് നമ്മൾ മറക്കരുത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തിന് ആത്യന്തികമായി വില കൽപ്പിക്കപ്പെടുന്നവരൊക്കെ വിലയുള്ളവരായി തീരുമെന്ന് തിരുനാൾ ആഘോഷം നമ്മളെ ഓർമ്മിപ്പിക്കും. തിരുനാൾ ആഘോഷം നമ്മളെ ഓർമ്മിപ്പിക്കും. പ്രിയമുള്ളവരെ, ചില ആളുകളോട് ചോദിക്കുമ്പോ, ഈ അടുത്ത് എന്നോട് ഒരാൾ പറഞ്ഞു, ഒപ്പറേഷൻ കൊടുക്കാൻ പോയതാ, അച്ഛാ മരിക്കണത് വരെ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് ജീവിക്കണ്ടേ അച്ഛാ, മരിക്കണത് വരെ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ജീവിക്കണ്ടേ എന്ന്. പ്രിയമുള്ളവരെ, ആ പാവം പിടിച്ച വല്യപ്പൻ കഷ്ടപ്പെടുന്നത് മരിക്കണത് വരെ ജീവിക്കാൻ വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, മരിക്കാൻ വേണ്ടി അധികം കഷ്ടപ്പെടേണ്ട കാര്യമില്ല. മരിക്കുവാൻ വേണ്ടിയാണോ മനുഷ്യൻ ജീവിക്കണത്? മരിക്കുവോളമാണോ മനുഷ്യന്റെ ജീവിതം? 6 അടി മണ്ണോളമാണോ, സെമിത്തേരി വരെയാണോ ഒരു മനുഷ്യന്റെ ജീവിതം? പ്രിയമുള്ളവരെ, ബൈബിളിൽ ധനവാന്റെ ലാസറിന്റെ ഉപമയിൽ നമ്മൾ ഇങ്ങനെ വായിക്കും, ധനവാൻ മരിച്ചു, അവൻ അടക്കപ്പെട്ടു. ധനവാൻ മരിച്ചു, അവൻ അടക്കപ്പെട്ടു. ദരിദ്രനായ ലാസർ മരിച്ചു, അവൻ മാലാഖമാരാൽ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. ദരിദ്രനായ ലാസർ മരിച്ചു, അവൻ മാലാഖമാരാൽ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. രണ്ടിടത്തും മരണം നടക്കുന്നുണ്ട്. പക്ഷെ ദരിദ്രൻ മരിച്ചു ഇവിടെ തന്നെ, സമ്പന്നൻ മരിച്ച് ഇവിടെ തന്നെ അടക്കപ്പെടുമ്പോ അവന്റെ എല്ലാം ഈ ഭൂമിയിൽ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞു. ഇവിടം വരെയാണ് അവൻ ജീവിച്ചത്. പക്ഷേ ദരിദ്രനായ ലാസർ മരിച്ചു, അവൻ മാലാഖമാരാൽ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. അവന്റെ ജീവിതം സ്വർഗത്തിലേക്ക് പിന്നെയും തുടരുക. ഒരു ക്രിസ്ത്യാനി മരിക്കോളമല്ല, 6 അടി മണ്ണോളമല്ല, സെമിത്തേരിയിൽ ഒരിടത്തിന് വേണ്ടിയല്ല ജീവിക്കേണ്ടത്. സ്വർഗത്തിലേക്ക് മാലാഖമാരാൽ സംവഹിക്കപ്പെടേണ്ട, സ്വർഗത്തിൽ എത്തിച്ചേരേണ്ട, സ്വർഗത്തിന്റെ അവസാന ഡെസ്റ്റിനേഷൻ എന്ന ജീവിതം കൊണ്ട്, ജീവിതത്തിലെ കഷ്ടങ്ങൾ കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയ വിശുദ്ധരെ വിളിക്കുന്ന പേര് വിശുദ്ധ സെബസ്ത്യാനോസ് എന്നും വിശുദ്ധ അന്തോണീസ് എന്നും പരിശുദ്ധ കന്യകാമറിയം എന്നുമാണ്. പ്രിയമുള്ളവരെ, സ്വർഗത്തെ ചൂണ്ടിക്കാണിക്കാൻ ഈ ലോകത്തിലേതെല്ലാം ഉച്ഛിഷ്ടം പോലെ കണക്കാക്കിയ, തനിക്ക് ലഭിച്ച വിശ്വാസം അചഞ്ചലമായി കാത്തു സൂക്ഷിച്ച, അതിനുവേണ്ടി നിലപാടുകൾക്ക് വേണ്ടി തന്റെ ജീവിതത്തിലെല്ലാം ലാഭമായിരുന്നതെല്ലാം വേണ്ടെന്ന് വെച്ച, എല്ലാത്തിനേക്കാൾ ദൈവത്തിന് വില കൽപ്പിച്ച പുണ്യാത്മാക്കളുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മളും അങ്ങനെ ആകാൻ തിരുസഭാ മാതാവ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഈ അടുത്ത് ഒരു പയ്യനോട് പറഞ്ഞ്, അച്ഛാ ഞാനിപ്പോ പള്ളിയിൽ വരാറില്ല, ഞാൻ ക്രിസ്ത്യാനി ആയതിനെ കുറിച്ച് ഞാൻ ദുഃഖിക്കുന്നു. ഞാൻ ചോദിച്ചു, എന്താണ് മോനുവിന്റെ പ്രശ്നം? അപ്പൊ അവൻ എന്നോട് പറഞ്ഞ്, അച്ഛന്മാരുടെ കഥകളൊക്കെ അച്ഛൻ കേൾക്കണില്ലേ സാമൂഹ്യ മാധ്യമങ്ങളിൽ? ഇന്ന് അച്ഛനെ പറ്റി, ആ സിസ്റ്ററെ പറ്റി, ആ ആളെ കുറിച്ച് അതൊക്കെ കേൾക്കുമ്പോ മനുഷ്യൻ നിന്ന് നാണം കെടുക, മനുഷ്യൻ തലകുനിക്കുക. ഈ ക്രിസ്ത്യാനിയായതിൽ ഞാൻ സങ്കടപ്പെടും. ഇന്ന് നമ്മുടെ വിശ്വാസത്തിനെ സ്വാധീനിക്കുന്ന, നമ്മുടെ വിശ്വാസത്തിനെ ആട്ടിയുറപ്പിക്കുന്ന ചില ഘടകങ്ങള് ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ പടരുന്ന ചില വൈദികരുടെ, ചില സിസ്റ്റേഴ്സിന്റെ, ചില വിശ്വാസികളുടെ ചില വീഴ്ചകളും ഇടർച്ചകളുമാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തൊരു വലിയ സങ്കടമാണ്. ഞാൻ എൻ്റെ കൊച്ചുനാൾ മുതലേ ചിന്തിക്കാറുണ്ട്, ഒരു ഡോക്ടർ പിഴച്ചുപോയാൽ, ഒരു ഡോക്ടറുടെ അടുക്കലേക്ക് ചികിത്സയ്ക്ക് ചെന്ന ഒരു രോഗിയെ
ആ ഡോക്ടർ ദുരുപയോഗിക്കുകയോ നശിപ്പിക്കുകയോ കയ്യേറ്റം ചെയ്യുകയോ ചെയ്താൽ നമ്മൾ ഇങ്ങനെ പറയാറുണ്ടോ, ഈ ഡോക്ടർമാരൊക്കെ പഴകളാ, ഈ ഡോക്ടർമാരൊക്കെ മോശക്കാരാ, അയ്യോ ഇനി ഞാൻ ജന്മത്തില് ഡോക്ടർമാരുടെ അടുക്കിലേക്ക് പോവുകയില്ല, ഡോക്ടർമാരൊക്കെ പിഴകളാണെന്ന്, എല്ലാവരും വീഴ്ചയുള്ളവരാണെന്ന്, എല്ലാവരും മോശക്കാരാണെന്ന് നമ്മൾ പറയാറുണ്ടോ? നമ്മൾ പറയും ആ ഡോക്ടർ പെശകാണ്, അവൻ ശിക്ഷിക്കപ്പെടണം. ഒരു അധ്യാപകൻ തൻ്റെ ക്ലാസ്സിൽ വരുന്ന കുട്ടിയെ എന്തെങ്കിലും ചെയ്യുകയോ തെറ്റായി പ്രവർത്തിക്കുകയോ പ്രതികരിക്കുകയോ ചെയ്തു, നമ്മൾ പറയാറുണ്ടോ എല്ലാ അധ്യാപകരും പിഴകളാണെന്ന്, വീഴ്ചയുള്ളവരാണെന്ന്, മോശക്കാരാണെന്ന്, ചീത്തകളാണെന്ന് നമ്മൾ പറയാറുണ്ടോ? നമ്മൾ പറയും ആ അധ്യാപകൻ പിഴയാണ്, അവൻ ശിക്ഷ അനുഭവിക്കണം. നമ്മൾ അങ്ങനെ പറയും. ഒരു പോലീസുകാരൻ ഒരു തെറ്റ് ചെയ്താൽ നമ്മൾ പറയാറുണ്ടോ എല്ലാ പോലീസുകാരും മോശക്കാരാണെന്ന്? ഒരു ശാസ്ത്രജ്ഞൻ ഒരു തെറ്റ് ചെയ്താൽ നമ്മൾ പറയാറുണ്ടോ ലോകത്തിലെ എല്ലാ ശാസ്ത്രജ്ഞന്മാരും മോശക്കാരാണെന്ന്? നമ്മൾ ജനറലൈസ് ചെയ്യാറില്ല. അത് സബ്ജക്റ്റീവാണ്, അവന്റെ പിഴവാണ്, അവന്റെ തെറ്റാണ്. പക്ഷെ കത്തോലിക്ക സഭയിൽ മാത്രം ഒരു പുരോഹിതൻ തെറ്റ് ചെയ്താൽ ആ തെറ്റിന്റെ പേരില് 5 ലക്ഷത്തോളം വരുന്ന പുരോഹിതന് മുഴുവനും പിഴകളാണെന്ന്, പിഴച്ചവരാ ചീത്തകളാണെന്ന് പറഞ്ഞു കളയുന്നൊരു സമൂഹത്തില് നമ്മള് പലപ്പോഴും ചിന്തിച്ചു നോക്കണം, എന്റെ നിലപാട് വ്യക്തിപരമാണോ, വ്യക്തികളെ നോക്കിക്കൊണ്ടാണോ, ക്രിസ്തുവിനെ നോക്കിക്കൊണ്ടാണോ എന്ന് ചിന്തിച്ചു നോക്കണം. ഒരു അച്ഛൻ വീണുപോയാൽ ആ അച്ഛന്റെ തെറ്റാണ്, അച്ഛൻ ശിക്ഷിക്കപ്പെടണം. ഒരു സിസ്റ്റർ വീണുപോയി, സിസ്റ്ററിന്റെ പിഴവാണ്. അതിന് ഞങ്ങൾ എന്ത് പഴിച്ച്? ഒരിക്കലും ഒരു ജീസസ് യൂത്തിൽ ഒരു മോൻ എന്നോട് പറഞ്ഞ്, അച്ഛാ നിങ്ങൾ അച്ഛന്മാർക്ക് സിസ്റ്റേഴ്സിന് വിശ്വാസമില്ല. ഞാൻ പറഞ്ഞു, മോൻ എങ്ങനെയാ അതെങ്ങനെ എന്റെ മോൻ പറയണത്? അവൻ എന്നോട് ഞങ്ങൾ തങ്കിപ്പള്ളിയില് ഈശോയുടെ മുടി നീളം വെച്ച് വരണ്, അപ്പൊ തങ്കിപ്പള്ളിയിലൊന്ന് പോവാന്ന് പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു, ഡാ മോനെ, എല്ലാ ദിവസവും അൾത്താരിയില് ഇത്രം പോകുന്ന ഒരു ഗോതമ്പപ്പം ഈശോയാകണം, മഹാത്ഭുതത്തെക്കാൾ വലുതൊന്നുമല്ല ആ അത്ഭുതം, അതുകൊണ്ട് അതൊന്നും പോകണ്ടെന്ന്. അവൻ പറഞ്ഞ്, നിങ്ങൾ അച്ഛന്മാർക്ക് വിശ്വാസം ഉണ്ടായിരുന്നെങ്കിലേ അച്ഛൻ അങ്ങനെ പറയൂ അച്ഛാ. ഞാൻ അവനോട് പറഞ്ഞു, മോനെ, 10ാം ക്ലാസ്സിലെ ജീവിതത്തിന്റെ മുമ്പില് എല്ലാ സാധ്യതകളും തുറന്നിരിക്കുന്ന സമയത്ത് വീട്ടിലെ അപ്പനും അമ്മയും സുഭിക്ഷമായ ജീവിതവും മുമ്പിൽ വളരെ സമ്പൽ സമൃദ്ധമായ ജീവിതവും നീണ്ടു നിവർന്ന് കിടക്കുന്ന സമയത്ത് ദിത്രം പോകുന്ന ഒരു ഗോതമ്പപ്പം ഈശോയാണെന്ന് വിശ്വസിച്ച ആ ഈശോയ്ക്ക് വേണ്ടി ജീവിതത്തില് ഭാര്യയെ വേണ്ട, മക്കളെ വേണ്ട, കുടുംബം വേണ്ട, ലൈംഗിക സന്തോഷങ്ങൾ വേണ്ട, ലോകത്തിൻ്റെതൊന്നും വേണ്ട, എനിക്ക് കുടുംബത്തിന്റെ സംരക്ഷണ കവചം വേണ്ട എന്ന് നിശ്ചയിച്ച ഈ ഗോതമ്പപ്പത്തിന് വേണ്ടി ജീവിതം കർത്താവിന്റെ കയ്യില് തീരെഴുതി കൊടുക്കാൻ ഒരു പുരോഹിതന് സാധിക്കുമെങ്കിൽ, അങ്ങനെയുള്ളവനാണ് പുരോഹിതന് ശുശ്രൂഷെങ്കിൽ, എന്റെ മോനു, ഇത്രം പോകുന്നൊരു ഗോതമ്പപ്പം ഈശോയാണെന്ന് വിശ്വസിച്ച് ആ വിശ്വാസത്തിൽ ജീവിതം മുഴുവൻ പണയപ്പെടുത്താൻ, ഉച്ഛിഷ്ടം പോലെ കണക്കാക്കാൻ ആർക്കാണ് അറിയാത്തത്? മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് ഈ ജീവിതം മാത്രമേ ഉള്ളൂ, ഇനി വേറെ ഞാൻ ഒരിക്കലും മനുഷ്യനായി ജനിക്കില്ല. ആദ്യമായും അവസാനമായി കിട്ടിയ ഒരു ജീവിതം, ആ ജീവിതം ഇത്ര പോകുന്ന ഒരു ഗോതമ്പപ്പത്തിൽ യേശുവിനെ കണ്ട് യേശുവിന് വേണ്ടി ഒഴിഞ്ഞു വെക്കാൻ ഒരു പുരോഹിതന് സാധിക്കുമെങ്കിൽ, ഒരു തങ്കിപ്പള്ളിയിൽ മുടി നീളം വെക്കുന്നത് വിശ്വസിക്കാൻ അച്ഛൻ എന്ത് ബുദ്ധിമുട്ടാണ്. എന്നിട്ടും മോൻ എന്താണ് ചെയ്യുന്നത്? തങ്കിപ്പള്ളി കണ്ട്, മുടി നീണ്ടത് കണ്ട് സെൽഫി എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഹിറ്റാക്കി നീ തിരിച്ചു പോന്നു എന്നല്ലാതെ നിന്റെ ജീവിതം ആ യേശുവിന് വേണ്ടി. ഈശോ ഇന്നും ജീവിക്കുന്നവനാണ്, ഇന്നും അത്ഭുതമാണ്, ഇന്നും അത്ഭുതം ചെയ്യുന്നവനാണെന്ന് നിശ്ചയിച്ച് നിന്റെ ജീവിതം ദൈവത്തിന് വേണ്ടി എഴുതി വയ്ക്കാൻ, മാറ്റിവെക്കാൻ, തുറന്നു വയ്ക്കാൻ നീ ശ്രമിക്കാറുണ്ടോ? ഞാൻ പറയാൻ ശ്രമിച്ചത് ഇത്രയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ വിശ്വാസം ഏറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ലോകമാണ്. ഒരു പുരോഹിതന്റെ വീഴ്ചയും ഒരു സന്യാസിനിയുടെ ഇടർച്ചയും എൻ്റെ വിശ്വാസത്തിനെ പിടിച്ചിളക്കി ദൈവത്തിനെ മറന്നും സഭയെ മറന്നും മറുതലിച്ചും
ദൈവത്തോട് മുഖം വലിത്തിരിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ഈ വിശ്വാസത്തിൻ്റെ ആണിക്കല്ലുകളായ ഈ സെബസ്ത്യാനോസും വിശുദ്ധ ഔസേപ്പിതാവും പരിശുദ്ധ അമ്മയും ജീവിതത്തിലെല്ലാം അതിലുപരി ദൈവത്തെ കണ്ട്, സ്വർഗത്തെ കണ്ട്, ക്രിസ്തുവിനെ കണ്ട്, ക്രിസ്തുവിനെ വില കൽപ്പിച്ച് ജീവിതത്തിൽ നിലപാടുകൾ പുലർത്തിയവരാണ്. അതുപോലെ എൻ്റെ വിശ്വാസം ആരുടെയും കക്ഷത്തല്ല, ആരെയും നോക്കിയല്ല. എൻ്റെ വിശ്വാസം എൻ്റെ തമ്പുരാനെ നോക്കിയാണ് എന്ന് ബോധ്യപ്പെടാൻ, ബലപ്പെടാൻ ഈ തിരുനാൾ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചും കത്തോലിക്കൻ എന്ന നിലയിൽ അഭിമാനം കൊള്ളാൻ, ജനനത്താൽ എനിക്ക് ലഭിച്ച വിശ്വാസം അഭംഗരം കാത്തു സൂക്ഷിക്കാൻ, ഈ വിശ്വാസത്തിൻ്റെ പിതാക്കന്മാരെ പോലെ എനിക്കും ക്രിസ്തു എല്ലാറ്റിലുപരിയായി വിലയുള്ളവനായി തീരാൻ, ഈ ഭൂമിയിൽ 6 അടി മണ്ണല്ല സ്വർഗത്തോളം എത്തിച്ചേരേണ്ടതാണ് എൻ്റെ വിശ്വാസം എന്ന ബോധ്യത്തോടെ ജീവിക്കാൻ ഈ തിരുനാൾ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.